രാമേട്ടാ ചായ ചായ എന്തൊരു സ്വഭാവമാണിത് വാങ്ങി ചായ ഈ യൂട്യൂബ് ഒരു സംഭവം തന്നെ അല്ലേ? യൂട്യൂബ് അല്ല സംഭവം, നിങ്ങളെപ്പോലത്തെ ഭർത്താക്കന്മാരാണ് സംഭവം. എല്ലാ ഭർത്താക്കന്മാരും രാവിലെ ഒന്നെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പത്രം നോക്കിക്കൊണ്ടിരിക്കും. ചായ കൊണ്ടൊന്ന് കയ്യിൽ കൊണ്ട് തന്നാലും മുഖത്തോട്ട് വല്ലതും നോക്കാതെ ഫോൺ കുത്തിക്കോട്ടെ. എന്റെ ചിന്നു ആണെങ്കിൽ പെണ്ണുങ്ങൾക്ക് പ്രകൃതിദത്തമായ ഒരു സ്വഭാവമുണ്ട്. എന്തോന്ന് പ്രകൃതിദത്തമായ ഒരു സ്വഭാവം ഉണ്ടെന്ന്. പ്രകൃതിദത്തമായ എന്തോ അത്? അതായത് ഫോർ എക്സാമ്പിൾ പെണ്ണുങ്ങൾ ഈ ആഭരണം കണ്ടിട്ടില്ല, ചാടി അങ്ങ് വീഴും. ആണുങ്ങൾക്ക് അങ്ങനെയില്ല, ആണുങ്ങൾ വളരെ സിമ്പിൾ ആണല്ലോ. ആണോ? എന്നാ ഈ പെണ്ണുങ്ങൾ ഈ ആഭരണം ഇട്ടോണ്ട് കല്യാണത്തിന് വരുമ്പോഴേ ഒരാഴ്ചക്കകത്ത് അത് വാങ്ങിച്ച് പണയം വെക്കുന്ന ആരാണ്? നിങ്ങൾ ഭർത്താക്കന്മാരാണ്. അതുപോലെ സ്ത്രീധനം കണക്ക് പറഞ്ഞ് വാങ്ങിക്കുന്ന ആരാണ്? ആണുങ്ങളാണ്. എന്നിട്ട് ആഭരണത്തിനടുത്ത് കമ്പം പെണ്ണുങ്ങൾക്കല്ലേ? കൊള്ളാം, നല്ല സ്വഭാവം. ഈ ആഭരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണേ എനിക്കൊരു 1000 രൂപ പറഞ്ഞേ. ആൻസിയുടെ കല്യാണം ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് ഫാൻസി ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിക്കണം. എനിക്ക് ഞാൻ ഇപ്പൊ 500 രൂപ കൊടുത്തു തന്നത്. എപ്പാ? ഇപ്പൊ ഈയിടയ്ക്കെന്ന് പറഞ്ഞ 2 ദിവസം മുമ്പായി. പിന്നെ കണക്ക് പറയണ പൈസ തന്നിട്ട് ഞാൻ ഡാൻസ് ക്ലാസ് എടുക്കുന്ന ഫീസൊക്കെ നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തരാറുള്ള ഞാൻ കണക്ക് പറയാറുണ്ടോ? എനിക്കൊരാവശ്യം വന്നിട്ട് ഞാൻ 1000 രൂപ ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും കണ്ടറാക്കി ഞാൻ കേൾക്കണം അല്ലേ? എന്തിനെന്ന് പറയണം, നിങ്ങളെല്ലാം ബോധിപ്പിച്ചിട്ട് വേണം ഞാൻ വാങ്ങിക്കാൻ. കൊള്ളാം, നല്ല സ്വഭാവം. കുറച്ചും കൂടെ ചായ കൊണ്ടൊന്നും ഞാൻ കയ്യിൽ തരാം. നടത്തു വാക്കിലാണ് എന്റെ ചിന്നുവായി. ചിന്നോ എന്റെ പൊന്നോ, ഞാൻ 1000 രൂപ തന്നയക്കാ ഞാൻ. ഓ വേണ്ട, നിങ്ങൾ ഔദാര്യം എനിക്ക് വേണ്ട. എനിക്ക് കാശ് ഉണ്ടാക്കറിയെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് വെച്ചോളാം. ആ പാഠം ഞാൻ ഇന്ന് പഠിച്ചല്ലോ. ഞാൻ നിങ്ങളുടെ ഞാൻ ചോദിക്കാൻ വരൂ. തന്നല്ലേ, ഇതാണ് ഞാൻ പറഞ്ഞു ഈ ആണുങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞല്ലോ. ആരും ഇല്ലാത്തപ്പോ അങ്ങ് വഴക്കുണ്ടാക്കിട്ട് ആരെങ്കിലും വരുമ്പോ എന്തുകൊണ്ട് വിശേഷം? നേരെ ഇങ്ങോട്ടാണോ വന്നേ? രവിയേട്ടൻ അങ്ങോട്ട് പോയില്ലേ? അയ്യോ, ഒന്നും പറയണ്ട. അതെ, യവനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത് ഇന്നും ഇന്നലെയും മിനിങ്ങാന്നും അതിന്റെ വിറ്റ് അതിന്റെ തലയൊന്നും തുടങ്ങിയല്ല. പണ്ട് കാലം വരെയുള്ള ഇവരുടെ പ്രത്യേക സ്നേഹമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പെങ്ങള് വെളിയനും വീട്ടിലില്ല. അവര് ഇന്ത്യ ടൂറിന് പോയിരിക്കുക. അളിയനെ ബാങ്കില് 1 വർഷത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ടൂർ ഇറങ്ങാനുള്ള കാശ് കിട്ടും. നമ്മളിന്ന് രാവിലെ കൂടെ മണിക്കൂട്ടണ്ണന്റെ കാര്യം പറഞ്ഞോളടി. കണ്ടോ അവന്റെ സ്നേഹം കണ്ടോ? എനിക്കറിയാം ഇവൻ അങ്ങനെ പറഞ്ഞു. ചുമ്മാ പറയണ അണ്ണ, അങ്ങനൊന്നും പറഞ്ഞൊന്നുമില്ല. വെറുതെ പറയണ അണ്ണനെ കണ്ടപ്പോ ഉണ്ടാക്കി പറയണ. ഉണ്ടാക്കി പറഞ്ഞ അല്ല പറഞ്ഞു. ഇന്ന് രാവിലെ ഇന്ന് രാവിലെ പറഞ്ഞ എന്താ ഞാൻ പറഞ്ഞു തരട്ടെ. ഇന്ന് രാവിലെ നമ്മൾ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നേ. കാര്യം അയ്യോ ചുമ്മാ നിനക്ക് ചുമ്മാ ആരടി കൂടി എനിക്ക് ഭ്രാന്താ. ഞാൻ പറഞ്ഞുതരാം കാര്യം. എന്നെ പറയാൻ അങ്ങനെ ഒന്നും ഇല്ല. നീ അണ്ണന് ചായ കൊടു. ഞാൻ എന്റെ അണ്ണടുത്ത് പലതും പറയും കേട്ടോ. അതെ, ഞാൻ ഇന്ന് രാവിലെ കുറച്ച് പൈസ ചോദിച്ചു. ഒരു 1000 രൂപ ഞാൻ ചോദിച്ചു. എന്റെ കൂട്ടുകാരുടെ കല്യാണത്തിന് പോകുമ്പോൾ എനിക്ക് കുറച്ച് ഓർണമെന്റ്സ് വാങ്ങിക്കണം തന്നെ. അപ്പൊ ഉണ്ടല്ലോ എന്റെ അടുത്ത് കണക്ക് പറയണ ചീപ്പ് കണക്ക് എന്റെ അടുത്ത്. എന്റെ ആത്മാഭിമാനത്തിന് ചോദ്യം ചെയ്തു. കൊള്ളാവോ? എന്തോ കുഞ്ഞളിയായത്. ഒരാളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. പ്രത്യേകിച്ച് ഭാര്യമാരുടെ ആത്മാഭിമാനം. അവരുടെ ആത്മാഭിമാനം നമ്മൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ ഭർത്താവിന്റെ ചുമതലയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട അണ്ണാ. ഒരു വീടാമ്പാന്റെ സാമ്പത്തിക ഭദ്രതയെ കുറിച്ച് നമ്മള് കാര്യമായിട്ട് ചെലവ് നോക്കണ്ടേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് വേണം, അത് വേണം. സാമ്പത്തിക ഭദ്രത എന്ന് പറഞ്ഞ ഒരു വീട്ടിന്റെ ഭർത്താവ് നോക്കണം. അത് നീ പറഞ്ഞ കറക്റ്റാണ്. സാമ്പത്തിക ഭദ്രത എന്റെ വ്യക്തിത്വത്തിനെക്കാട്ടിലും വലുതാണ് സാമ്പത്തിക ഭദ്രത. അല്ല, പിന്നെ വ്യക്തിത്വത്തെക്കാട്ടിൽ ഒട്ടും ചെറുതല്ല, ഒട്ടും ചെറുതല്ല, അത് ഒട്ടും ചെറുതല്ല. അത് മണിക്കൂട്ടാ അണ്ണ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് അണ്ണ. അല്ല, ഞാൻ ഈ പറഞ്ഞ 2 പോയിന്റുകളും സ്റ്റാൻഡുകളാ. അല്ല, പിന്നെ ഈ 2 സ്റ്റാൻഡുകളും 2 പോയിന്റുകളാ. അല്ല, ഈ 2 പോയിന്റും 2 സ്റ്റാൻഡ് ആണല്ലോ. അതിൽ ഒരു സ്റ്റാൻഡ് എവിടെ എടുക്കട്ടെ? മറ്റേ സ്റ്റാൻഡ് നീ എടുത്തു. അത് മതി. നന്നായിരിക്കും അണ്ണ. ഡാഡി പിള്ള പറച്ച റോഡില്ല. ഇല്ല വണ്ടി എലിശേ ഇവിടെ പറഞ്ഞത് വണ്ടി വഴി കിടക്കണം. ഞാൻ വരാനാ.
ആ ഞാൻ വരാം. ഓ അപ്പൊ ഞാൻ ഒന്ന് പോയിട്ട് വരാം. ആ. പക്ഷെ ഒരു വീടാണല്ലേ, അവിടെ ആണുങ്ങൾ കാശ് ചെലവാക്കണതാണ് അവന്റെ സാമ്പത്തിക ഭദ്രത. അണ്ണന്റെ അഭിപ്രായം എന്താണ്? അല്ല കുഞ്ഞലേ, അതെ, നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമല്ലയോ, അത് നിങ്ങൾ തമ്മിൽ തന്നെ പറഞ്ഞു തീർക്ക്. അതാ നല്ലത്. പറഞ്ഞു തീർക്കാം. ഇനി എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ച്, എന്തായാലും ഞാൻ കാശ് ഉണ്ടാക്കാൻ പോകണം. എന്റെ സ്വന്തം കാശ്, അത് ഞാൻ എന്റെ കയ്യിൽ വെക്കുകയും ചെയ്യും. അത് നല്ലൊരു ആശയമാണ്, നല്ലൊരു ആശയമാണ്. അണ്ണമ്മ അണ്ണ അതെ, കഴിക്കാൻ വല്ലതും ഉണ്ടോ? ആ എടുത്തുതരാം. പിന്നെ വാ. ഭയങ്കര ആവശ്യം.